അപ്പം കാണാൻ ഇങ്ങനെ കുപാരായിട്ട് കുറേ സാധനങ്ങൾ ഇരിക്കുന്നത്. ഇത് വേറെ ഒന്നല്ല കേട്ടാ. നോക്കിയേ, അപ്പം നോക്കിയേ, ഇത്രയാണ് കേട്ടോ നമ്മൾക്ക്. ചേട്ടാ അച്ചടാ പിണക്ക് കൂട്ടം. നോക്കി വേപ്പും തൈകൾ ഒന്നും നമ്മൾ നട്ടതല്ല കേട്ടാ. ഇതൊക്കെ ഈ മാവുമ്പോൾ വന്ന് കിളികൾ വല്ലതും വേപ്പും കുരു അങ്ങനെ കഴിച്ചിട്ടൊക്കെ ആയിട്ടേ അങ്ങനെ തന്നെ വീണിട്ടുണ്ടായിട്ടുള്ള വേപ്പുകളാ. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പം നമ്മുടെ വീട്ടിലേക്ക് പോവാം. വയോട്ടാ അമ്മയുടെ പട്ടാളം ഇപ്പം വരാട്ടാ. നല്ല കുട്ടികളായിട്ട് ഇരുന്നോളൂട്ടാ. കേട്ടോ, അപ്പം വരാട്ടെ. ഭയങ്കര സങ്കടം നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോളേ ഉച്ചയിലേക്ക് കറി വയ്ക്കാൻ നോക്കിയപ്പോളേ ഇഞ്ചിക്ക് കഴിഞ്ഞിരിക്കുന്നു. അപ്പം എന്തായാലും അവിടുത്തെ പറമ്പിൽ പോകും. അവിടെ കുറച്ച് പറിച്ചിട്ടുണ്ടേ. അപ്പോൾ അത് എടുക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് പോണേൻ്റെ. അപ്പം അത്യാവശ്യം കുറച്ച് പച്ചക്കറികൾ ഒരു ചീരിക്കൊന്ന് അരിയണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ചേട്ടാ അച്ചടാ പിണക്ക് കൂട്ടന്മാർ എങ്ങനെയും പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പി വരെ കടിച്ചിട്ടാ നിൽക്കണം പറഞ്ഞോണമ്മ. അപ്പോൾ നമ്മളിവിടെ എത്തി. ഇന്ന് പക്ഷേ ഏറ്റവും പ്രത്യേകതയുള്ളൊരു ദിവസമായിട്ട് നമ്മുടെ എന്തുണ്ടെന്നറിയോ, നമ്മുടെ കപ്പലണ്ടി ഇത് പറിക്കണ ദിവസമാണ്. എന്താ പറയുക, എന്തെങ്കിലും നന്നായിട്ട് ഉണ്ടാവാറുണ്ട് നമുക്ക്, അതേപോലെ കിട്ടുന്നുള്ള നല്ല ഉറപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതിന് മുന്നേയായിട്ടേ നമ്മുടെ ഇവിടെ അബിയു പഴുത്തിട്ടുണ്ട്. അപ്പോൾ എന്ന് നോക്കാം അബിയു. അപ്പോൾ ഇന്നലേക്കും പഴുത്ത് നോക്കിയപ്പോൾ നല്ല മുക്കാ ഭാഗത്തോളം മഞ്ഞ കളർ കയറിയിട്ടുണ്ട്. അപ്പോൾ ഫുള്ള് മഞ്ഞ കളറായ പിന്നെ നിർത്താൻ പറ്റില്ല. അപ്പോൾ ദാ നല്ല ഫുൾ മഞ്ഞ കളറായിട്ടുണ്ട് കേട്ടോ. അതേ നോക്കിയേ, കണ്ടാ നോക്കിയണ്ടാ. അപ്പം അബിയു, അപ്പം നമുക്ക് അബിയു പൊട്ടിച്ചെടുക്കാം. ഇനി നിർത്തണ്ട കേട്ടാ. ഇത്രേ ഉള്ളൂ. എന്ത് ഭംഗിയാ. അപ്പം അബിയായി. പിന്നെ എന്തായാലും ഞാൻ തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചുവപ്പ് ചീര അരിയട്ടെ. പിന്നെ നോക്കിയേ, നമ്മുടെ ബ്രോക്കോളിയും കണ്ട. ഈ ബ്രോക്കോളിൻ നമ്മൾ അരിഞ്ഞെടുത്ത് കഴിഞ്ഞതാണ്. ഞാൻ പറഞ്ഞില്ലേ, കട നമ്മൾ അരിഞ്ഞെടുത്താലും വീണ്ടും കൊമ്പും ചില്ലും വന്നിട്ട് നമുക്ക് ആവശ്യത്തിനൊക്കെ ഉണ്ടായി കിട്ടും. കണ്ട ചെറുതുകൾ ഇങ്ങനെ വരുമ്പോൾ ഈ ഒരു എത്ര ഭാഗം കൂടെ കൂട്ടി പിടിച്ചിട്ട് അരിഞ്ഞു കൊണ്ടുപോയാൽ നമുക്ക് കറി വയ്ക്കാം കേട്ടോ. അപ്പം ഇനി വരണം നമ്മുടെ കപ്പലണ്ടിയൊക്കെ പറിക്കാൻ. അപ്പം അതിന് മുന്നേ കുറച്ച് ചോപ്പിച്ചേരി അതിൽ ഇഞ്ചിയൊക്കെ ഒന്ന് എടുത്തിട്ട് പോവാം നമുക്ക്. അപ്പോൾ നമ്മുടെ ചീര നമുക്കിപ്പോൾ എന്ന് അരിയാണ്ട് കേട്ടാ. ഇപ്പം നമ്മുടെ മുളക് പൊട്ടിക്കണ പോലെയാ ഇപ്പം ചീര ആയാലും എല്ലാ ദിവസവും ഉണ്ട്. അപ്പോൾ ഇതാ ഇത്രയും മതി. ഇനിയിപ്പോൾ അവിടെ നിൽക്കേണ്ട, അതൊന്നും വേണ്ട. ഒരു ചെറിയൊരു തോരൻ വയ്ക്കാനേ വേണ്ട. പിന്നെ ഒരു ചമ്മന്തി അരിക്കണം, മാങ്ങ ചമ്മന്തി അരിക്കണം. ഈ മാങ്ങയ്ക്ക് ഇത്തിരി മൂത്തിട്ടുണ്ട്. അവിടെ നിൽക്കണത് ഇത്തിരി മൂപ്പ് കുറവാണ്, അത് പൊട്ടിക്കാം. അയ്യോ നോക്കട്ടെ, ഇനി എത്തില്ല. ഇനി എന്തെങ്കിലും ഒരു വടി കൊണ്ട് പതുക്കെ തോണ്ടുണ്ട് വരും തോന്നുന്നുണ്ട്. നല്ല പച്ച മാങ്ങ ചമ്മന്തിക്ക് അരയ്ക്കുമ്പോഴേ ഒരു നല്ലൊരു ടൈമുണ്ട്. ആ ടൈമിൽ തന്നെ മാങ്ങ പൊട്ടിച്ചരച്ചാൽ ആ ഒരു മാങ്ങയുടെ ഒരു സ്മെല്ലൊക്കെ വരുള്ളൂ. ഇനി എന്നിട്ടാണെങ്കിൽ നമുക്ക് കുറച്ച് ഉള്ളി പറിക്കണം. അപ്പം പറിച്ചുകൊണ്ടേട്ടേ വെക്കുമ്പോഴേ ഒരു ടേസ്റ്റ് ഉണ്ട്. അതെ, ഇവിടെ ഈ ഉള്ളി നമ്മൾ നിർത്തി കൊണ്ടേണ്ട. ഈ ഉള്ളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, നമുക്ക് ഉള്ളി വിളവെടുക്കാനായിട്ട് 70 ദിവസം, അതിനുള്ളിലായിട്ട് നമുക്ക് ഉള്ളി വിളവെടുക്കാം. 70 ദിവസം ആകുമ്പോൾ തന്നെ എടുക്കാം കേട്ടോ. പക്ഷേ നമ്മളിപ്പോൾ ഈ ഉള്ളി മുഴുവൻ 70 ദിവസം ആവാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ വീണ്ടും ഒരു വിളവെടുപ്പ് പോലെയാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടാവശ്യത്തിന് വന്നിട്ട് പറിക്കേണ്ട രീതിയിൽ നമ്മൾ കുറച്ച് നട്ടു കൊടുക്കും. അപ്പോൾ അത് നമ്മൾ പറിച്ചുകൊണ്ടു. അപ്പോൾ ആ ഉള്ളിക്കൊരു ആയിട്ടുള്ളൊരു കട നോക്കിയിട്ട് പറിക്കട്ടെ. അപ്പോൾ ഉള്ളി വലുതാവാനൊന്നും നിൽക്കണില്ല. ഉള്ളി നന്നായിട്ട് എണ്ണ ഉണ്ടാവും. ഇപ്പോൾ ഇത് നോക്കി കഴിഞ്ഞാൽ കണ്ട നന്നായിട്ട് എണ്ണ ഉണ്ട്. പക്ഷെ വലുതാവാൻ നിൽക്കില്ല. നമ്മളിങ്ങനെ തന്നെ കൊണ്ടുപോയിട്ട് തണ്ടൊക്കെ കൂട്ടി ചമ്മന്തി അരയ്ക്കും. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ചീരത്തോര ഉണ്ടാക്കാനായിട്ട് വേണം ഉള്ളി. അപ്പോൾ അതിലേക്കുള്ള കുറച്ചും കൂടി ഉള്ളി പറിക്കട്ടെ. 2 കട ഉള്ളി പറിക്കുന്നുണ്ട്, അല്ല 3 കട മൊത്തം പറിച്ചു.
ചെറിയ ഉള്ളിയാണ്, കാരണം വലുതാവാതെന്നുണ്ടെങ്കിൽ ശരിയാവില്ല. അപ്പോൾ നമുക്ക് വീണ്ടും ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല. ഇങ്ങനെ ഉപയോഗിക്കുന്നതിന് പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഉള്ളിയായി. ഇനി നമ്മുടെ ഇഞ്ചി കൂടി പറിച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ പോവാം. വീട്ടിൽ പോയി ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ വന്ന് വീണ്ടും നമ്മുടെ കപ്പലണ്ടി പറിക്കില്ലേ. ഇനി നോക്കിയേ, ഇതാണ് നമ്മുടെ ഇഞ്ചി. ഈ ഇഞ്ചി ഒരു ഇഞ്ചി കടയായിരുന്നു, ഇതൊരു ഇഞ്ചി കടയായിട്ട് അതിങ്ങനെ ഫുള്ള്. അപ്പോൾ നമ്മുടെ അവിടുത്തെ കൃഷി ഓഫീസർ വന്നിട്ടുണ്ടായിരുന്നുണ്ട് നമ്മുടെ വീട്ടിലേക്ക്. ഇപ്പോഴല്ല, കുറച്ച് ദിവസം മുന്നേ. നമ്മുടെ ക്യാരറ്റും ബീട്രൂട്ടൊക്കെ കണ്ടിട്ടും അതുപോലെ ഇഞ്ചി കണ്ടിട്ട് ആൾക്ക് ഭയങ്കര അത്ഭുതം തോന്നി. ഉള്ളിലേക്ക് കണ്ടിട്ട് ആൾ ഇതേപോലെ ഉള്ളി ഉണ്ടാവുമെന്നൊക്കെ ചോദിച്ചിട്ടാണ് പോയത്. അപ്പോൾ അതേപോലെ ഈ ഒരു ഇഞ്ചി കട കണ്ടിട്ട് ആൾക്ക് ഭയങ്കര പ്രത്യേകതയൊക്കെ തോന്നിയിട്ടാ. അപ്പോൾ ഇതിന് വീട്ടാവശ്യത്തിന് കുറച്ച് കൂടുതൽ നമ്മൾ പറിക്കുമ്പോൾ കുറച്ച് കൂടുതൽ പറിച്ച് കൊണ്ടേക്കും. പിന്നെ അത് കഴിയുമ്പോഴേ പിന്നെ വന്ന് പറിക്കുള്ളൂ. ഇതിൻ്റെ ചുറ്റും നമ്മൾ ഇഞ്ചി തട്ടോടുത്ത് നോക്കുക. അതേ കണ്ട, ഇതേ കാണുന്നതൊക്കെ ഇഞ്ചിയായിട്ട് അതേ പുറത്തേക്ക് നിൽക്കണത്. അങ്ങനെ ഈ മാവിൻ്റെ ചുറ്റും നമ്മൾ തട്ടുകൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കാണാതെ പുറത്തേക്ക് കാണാതെ. പിന്നെ ഇതിൻ്റെ കേലും കണ്ട പുറത്തേക്ക് കാണാം. ഇതിപ്പോൾ നമ്മൾ അന്ന് കട കുറച്ച് ഞാൻ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു, അതാണ് കട പോയത്. ഇപ്പം പറിച്ചില്ലെങ്കിലേ ഇത് പറിച്ചില്ലെങ്കിൽ ഇതൊക്കെ കൂടി ഒന്ന് ഒരു മുളയ്ക്കും. ഒരു വലിയൊരു കടയായിരുന്നത്. ഇതന്ന് കൃഷി ഓഫീസർ വന്ന സമയത്ത് ആകെ കാറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളതിൻ്റെ കട ഇങ്ങനെ ആക്കിയെടുത്തതാ. അപ്പം അത് ഉണങ്ങി അല്ലെങ്കിൽ നിന്നാണ്. ഇതേപോലെ നമ്മൾ അവിടെ ചട്ടിയിൽ വെച്ചിട്ടുള്ളത്. ചട്ടി നിറച്ചാണ് ഇഞ്ചി. ചട്ടി കുടഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ഇഞ്ചിയാ. നോക്കിയേ, വലിയൊരു കട ഇഞ്ചി വരുന്നത്. ഇനിയിപ്പോൾ എനിക്ക് കുറേ നാളത്തേക്ക് ഇഞ്ചി പറക്കേ വേണ്ട. കണ്ട പറക്കാണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ ഇതേപോലെ മുളയേനെ. നമ്മൾ ഇഞ്ചി വെച്ചിട്ടേ ഇഞ്ചിയുടെ വളരുന്നതിനനുസരിച്ച് ഇങ്ങനെ മണ്ണിങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതനുസരിച്ച് ഇഞ്ചി ഉണ്ടാവും കേട്ടോ. വേരും ഇങ്ങനെ പോണടുത്തുനിന്ന് അതാണ് ചട്ടിയിലേക്ക് വയ്ക്കുമ്പോൾ നമുക്ക് നിറച്ച് ഇഞ്ചി ഉണ്ടാവണത്. അപ്പോൾ ഇതാ ഇനി ഇത് കൊണ്ടുപോയി കറിയൊക്കെ വെച്ചതിന് ശേഷം നമ്മളിങ്ങോട്ട് വരണുള്ളോട്ടാ ഇനി നമ്മുടെ കപ്പലണ്ടി പറിക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ നമ്മുടെ ഇഞ്ചി തട കേട്ടാ, ഫുൾ ഇഞ്ചി തട. ഇനിയിപ്പോൾ അതേ മഴ ഇത് കണ്ടോ, ഇഞ്ചി നിൽക്കണ്ട. ഇനി അവിടെ നല്ല നനവ് മഴ തുടങ്ങുമ്പോൾ ഇതൊക്കെ മുളച്ചു തുടങ്ങും. നിറച്ച് ഫുൾ ഇഞ്ചി തട അത് ഫുള്ള്. നമ്മുടെ ഉള്ളിലേക്ക് ഇതാ നന്നായി കഴുകി എടുത്ത് കൊണ്ടുവന്നു. ഇനിയിപ്പോൾ ഈ ഉള്ളി ഫുള്ളും ഈ ഉള്ളിയുടെ തണ്ട് മുഴുവൻ നമ്മൾ ഇതിലേക്കായിട്ട് ഉപയോഗിക്കും കേട്ടോ. ചമ്മന്തി അരയ്ക്കാനും അതേപോലെ തന്നെ ചീരത്തോരനേക്കൊക്കെ. അപ്പോൾ നമുക്ക് ചീര അരിയണം. ഉള്ളിയുടെ തോടൊന്ന് കളഞ്ഞെടുക്കണം. തണ്ട് നമ്മളിങ്ങനെ തന്നെ ഉപയോഗിക്കും. ഉള്ളി തോട് കളയുമ്പോഴേ നമ്മളെ എന്താ പറയുക മുകളിലത്തെ ആ തൊലി മാത്രം പോലെ കണ്ടു. ഈ ഒരു തണ്ട് ഉള്ളി ഇങ്ങനെ തന്നെ നമ്മൾ ഉപയോഗിക്കട്ടെ ചെയ്യാം. നമ്മൾ ചമ്മന്തി അരയ്ക്കാനായിട്ട് ഇപ്പം ഈ ഒരു ഉള്ളിയും ഈ ഉള്ളിത്തണ്ടും അതേപോലെ തന്നെ ഇത്തിരി മാങ്ങ. അപ്പോൾ മാങ്ങ, ഉള്ളി, നമ്മുടെ പച്ചമുളക്, കുറച്ച് ഉപ്പ് മാത്രം ഇട്ട് അരയ്ക്കുക. മാങ്ങ ചമ്മന്തി ശരിക്കും പല തരത്തിൽ അരയ്ക്കാം. എത്ര തരത്തിലാണെന്ന് പറഞ്ഞാൽ മാങ്ങ ചമ്മന്തി. അപ്പം ഞാനത് നമ്മുടെ
യൂണിക് ഫാമിലി 2.0 ഒരു ദിവസം ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. എനിക്ക് ഈ പറഞ്ഞ പോലെ ഇത് സമയക്കുറവിൻ്റെ ഇതിലാണ് അതിൽ വീഡിയോ തന്നെ ഇടാനായിട്ട് കുറച്ച് നേരം വൈകണം തന്നെ കേട്ടാ. ചമ്മന്തിയിലേക്ക് ഞാൻ ഈ പൊട്ടിച്ച മാങ്ങ ഫുള്ള് എടുക്കും കേട്ടോ. തൊലി അടക്കാണ് ഞാൻ എടുക്കുക. പിന്നെ ഇതാ ഇതിൽ എരിവിനനുസരിച്ച് ഇതാ കുറച്ച് പച്ചമുളക് നമ്മൾ ഇട്ടിട്ടുണ്ട് കണ്ടോ. ഇനി ഈ മാങ്ങ ഫുള്ളെടുക്കും. കാരണം ഇത് നമ്മുടെ പ്ലിയൂര് മാങ്ങ ആകുമ്പോൾ തൊലി കക്കില്ല, ഒരു ടേസ്റ്റ് കേട്ടോ തൊലി അടക്കിടുമ്പോൾ. തൊലി ചെത്തി കളഞ്ഞിട്ട് അങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞാൻ പക്ഷെ തൊലി അടക്കം ഉപയോഗിക്കാറുണ്ട്. ഇനി ഇതാ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഇതാ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചമ്മന്തി റെഡിയാവും കേട്ടോ. കണ്ടോ, ഇതേപോലെ ഇരിക്കും നമ്മുടെ ചമ്മന്തി. നല്ല പച്ച കളർ ചമ്മന്തി. അതായത് നമ്മൾ മാങ്ങയുടെ തൊലിയും ചെത്തിയില്ല, പിന്നെ നമ്മുടെ ഉള്ളിയുടെ തണ്ടൊക്കെ ഉള്ള കാരണമായിട്ട് ഇങ്ങനത്തെ ഒരു കളറായിട്ടിരിക്കുന്നത് നല്ല ടേസ്റ്റായിട്ടാ. ചമ്മന്തി ഇവിടെ റെഡിയായി. അപ്പം നമ്മുടെ ചീരത്തോര വയ്ക്കുന്നത് ചീനച്ചട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണയ്ക്ക് വെച്ച് ചൂടായി വന്നപ്പോൾ നമ്മളതിലേക്ക് ഇതാ ചീരയിലിട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മളതിലേക്ക് നോക്കിയാൽ നമ്മുടെ ഉള്ളിയുടെ തണ്ടുണ്ടല്ലോ അതിട്ട് കൊടുക്കും. പിന്നെ നമ്മുടെ ഉള്ളി ഉണ്ടല്ലോ അതും ഇതാ വെറുതെ നടുമുറിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ എരിവിനനുസരിച്ച് പച്ചമുളക് നമുക്കിതാ വെറുതെ ചീന്തിയിട്ട് കൊടുക്കാം. ഇത് നല്ല എരിവുള്ള നല്ല വെള്ളച്ചൂനിയാണ് കേട്ടോ. അപ്പോൾ ഞാനതൊരു 4 എടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഉള്ളി ആയാലും നമ്മുടെ ഉള്ളിത്തണ്ടായാലും നമ്മുടെ ചീര ആയാലും ഒന്ന് വാടിയാൽ മതി. അപ്പോൾ ഞാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ചീരയ്ക്ക് വെക്കുമ്പോൾ എപ്പോഴും നല്ല തീ കൂട്ടി വയ്ക്കും. കാരണം വെള്ളം വരാതിരിക്കാൻ വേണ്ടിയിട്ട്. തീ കുറവില്ല വെച്ച് കഴിഞ്ഞാൽ ചീരയിലിട്ട് വെള്ളം ഇങ്ങനെ നിൽക്കും. നല്ല ഫുൾ തീയിലിട്ടിട്ടായിട്ട് വയ്ക്കുക. ഉപ്പ് നമുക്ക് അവസാനം ഇട്ടാൽ മതി. അപ്പോൾ ഇതാ നമ്മുടെ ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. ആ ഉള്ളിലേക്ക് വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പൊക്കെ ഇട്ടൊന്ന് ഇളക്കുന്നോട് കൂടിയിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ എന്നിട്ടാണെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങണമല്ലോ. ഗ്യാസ് ഓഫ് ചെയ്തു. നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞങ്ങളിതാ ഭക്ഷണം കഴിക്കായിരുന്നു കേട്ടാ. ഇന്നത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാട്ടാ. ചീരത്തോരൻ, ചമ്മന്തിന് ഏറ്റവും സ്പെഷ്യല് ശരിക്കും. പിന്നെ നമ്മുടെ സലാഡുണ്ട്, കൂടാണ്ട് പിള്ളേർക്ക് ഉണ്ടാകുന്ന ഒരു ചിക്കൻ കറി ഉണ്ട്. അപ്പം അടിപൊളി ഇന്നത്തെ ഊണ്. ഇന്നലെ വെച്ച ചിക്കനാ പതിർത്തു. അപ്പം നമ്മളിന്ന് ഈ പറമ്പിലേക്ക് ഇപ്പോൾ പോന്നിട്ടുള്ളത് നമ്മുടെ കപ്പലണ്ടി പറിക്കാനായിട്ട് കേട്ടാ. ഇതെല്ലാവരും ഉണ്ട്. ടൈസിനും അമ്രൂസും ഇവിടെ എന്താ പറയുക പേളിക്കൂടും ഒക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും അവിടെ ഇരുത്തി പോകുന്നതാണ്. പക്ഷെ നമ്മൾ എങ്ങനെ അവർ കാണാണ്ട് ഇറങ്ങിയാലും എങ്ങനെയൊക്കെ അവരറിയും. പിന്നാലും കൂടെ കൂടും. അവിടെ കിടന്നോളാം കേട്ടാ. പോകുമ്പോൾ വിളിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും പറ്റില്ലല്ലോ, പിന്നാലെ നടക്കണം അവർക്ക്. അപ്പം ഇതാണ് നമ്മുടെ കപ്പലണ്ടി. അപ്പോൾ നമുക്ക് കപ്പലണ്ടി ഉണ്ടാവാറുണ്ട്. ആ ഉറപ്പിൽ തന്നെയാണ് നമ്മൾ ഇപ്പോഴും നിൽക്കണേ കേട്ടോ. ഉണ്ടാവും, നമുക്ക് പറിക്കാം. എനിക്ക് കണ്ട കപ്പലണ്ടി ഇതേപോലെ നമുക്ക് ഓരോ കടയും പറിച്ചിരിക്കാം. പറിക്കാറായപ്പോഴേ പിന്നെ നമ്മൾ പുല്ല് വലിക്കലൊക്കെ നിർത്തി. മണ്ണ് കുടഞ്ഞെടുക്കണേ ഇപ്പോഴേ തന്നെ. എന്താ അതോ ഒരു ചില മണികൾ കണ്ട നോക്കി നീളം നോക്കിയേ. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കണ പോലെ തന്നെയുള്ള അത് 4 മണിയുള്ള മണിയും 3 മണിയുള്ളതും 1 മണിയുള്ളതും ഒക്കെ ആയിട്ട് ഇനി കിട്ടുക.
കപ്പലണ്ടിക്ക് നീ പണിയില്ല കേട്ടാ, ഭയങ്കര സിമ്പിളാ കപ്പലണ്ടിക്ക് നട്ടുണ്ടാക്കാൻ. ഉണ്ടോ കിയേ വേഗം വേഗം പറിക്കാം നമുക്ക്. നോക്കിയേ കണ്ടോ എന്ത് ഭംഗിയാ കാണാനായിട്ട്. ഇത്രേ ഭാഗമായിട്ട് പറിച്ചിട്ടുള്ളോ, ഇനി ഇങ്ങനെ കിടക്കാണ്. എന്താ പറയാ, ഭയങ്കര സന്തോഷം. നമുക്ക് എല്ലാ വർഷവും ഇതേപോലെ അല്ലേ കിട്ടാറുണ്ട് കേട്ടാ. മണ്ണുണ്ട്, മണ്ണൊന്നുകൂടി കുടഞ്ഞളയട്ടെ. മണ്ണ് പൊതിഞ്ഞിരിക്കുക. ഇനി ഒന്ന് വെയിലത്തിട്ടിട്ട് ആയി കഴിഞ്ഞാൽ ഒന്ന് തട്ടി കുടഞ്ഞാൽ മണ്ണൊക്കെ പോവും. നമ്മുടെ കുട്ടിപ്പട്ടാങ്ങൾക്ക് പറ്റിയ പുല്ല്, ഇങ്ങനത്തെ പുല്ലൊന്നും നമ്മൾ പറിച്ച് കളയില്ല, കാരണം അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടേ. ലാസ്റ്റത്തെ നമ്മുടെ കട ഈ ഒരു തടത്തിലത്തെ ലാസ്റ്റത്തെ കേട്ടാ. ഇനി അടുത്ത തരത്തിലുണ്ട്, ചില മണികളൊന്നും കൊഴിഞ്ഞണ്ടേ. ഓക്കെ എല്ലാത്തിലും ഈ 2 ദിവസം പണിയാ. മണ്ണ് കളഞ്ഞിട്ട് വയ്ക്കാം. അപ്പോൾ നോക്കിയാൽ നമ്മൾ ഇവിടെ ആകെപ്പാടൊരു 20 കടയുണ്ടാവും. അത്രയാണ് നമ്മൾ ഈ ഒരു തടത്തിൽ നട്ടു കൊടുത്തത്. 20 കടയിൽ നമുക്ക് ഇത്ര കിട്ടിയില്ലേ. ഇനിയിപ്പോൾ അതേപോലെ തന്നെ ഇതാ ഒരു തടം കൂടി ഉണ്ട്, ഞാൻ അതുകൂടി പറിക്കാം. പിന്നെ നോക്കിയേ നമ്മുടെ പേളിക്കുട്ടിയുടെ കിടക്കുന്നുണ്ട് കേട്ടോ. പേളിക്കുട്ടിക്ക് പറമ്പിലാന്നോ ഉറക്കം വരവ് കൂടുതലാണല്ലോ, അതാ ഉറക്കം വന്ന് തുടങ്ങിയിട്ടുണ്ട് അവൾക്ക്. നോക്കിയേ അതേ ഷായറ്റിന് അപ്പുറത്ത് കളിക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ടുള്ള കിടപ്പണ ആളിങ്ങനെ കിടക്കണേ. കാരണം കളിക്കിനോടത്ത് കിടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എപ്പോഴാണ് അവിടുത്തെ പുല്ലൊക്കെ ചെത്തി നീങ്ങുക, അപ്പോഴേക്കും അവിടെ പോയി കിടക്കാൻ പറ്റുമോ നോക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ എന്നിട്ടാന്നറിയാം ഈ ഈച്ചനെ പിടിക്കുക. നമ്മുടെ കുട്ടിപ്പട്ടാങ്ങൾക്ക് ഉണ്ട് ഈ സ്വഭാവം. അവരുടെ മുഖത്തോടെ ഇങ്ങനെ വലിയ ഈച്ച പറക്കുകയാണെങ്കിൽ ഇതേപോലെയാണ് എപ്പോഴും ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നതാണ്, വായ തുറന്ന് കിട്ടുന്നില്ല, ഇങ്ങനെ വായ കൊണ്ട് അടക്കിലായിട്ട് ഇരിക്കുന്നതാണ് കേട്ടാ. പേളിക്കുട്ടിയെ കിട്ടണുണ്ടോ നിനക്ക് ഈച്ചേനെ, അതോ വെറുതെ വായ കൊണ്ട് ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കേ? ഉറങ്ങിയൊക്കെ പേളിക്കുട്ടിയെ പോകുമ്പോൾ വിളിക്കാട്ടാ. അപ്പം ഞാൻ പറഞ്ഞ നമ്മുടെ രണ്ടാമത്തെ തടം കപ്പലണ്ടി ഇതാണ് കേട്ടോ. കണ്ട ഇത് 2 നമ്മൾ 3 വരിയാണ് കണ്ട. അപ്പോൾ ഇങ്ങനെ കട 1, ഇത് 2 കട, ഇത് 3 കട.
അങ്ങനെ 3 കട. ഇതിലും നമ്മൾ ആകെ 20 കട തന്നെയാണ് ഇതിലും വെച്ച് കൊടുത്തിട്ടുള്ളത്. നമുക്ക് പറിക്കാം. ഇവിടേക്ക് ഇതാ പുറത്തേക്ക് കാണുന്നുണ്ട്. നോക്കിയ നല്ല വലിയ മണികൾ തന്നെ കണ്ട. നോക്കിയേ 3 കട പറിച്ചപ്പോഴേക്ക് തന്നെ വേണ്ട. ഇനി നമുക്ക് വേഗം വേഗം പറിക്കാം. ഭയങ്കര സന്തോഷം തോന്നണില്ലേ കാണുമ്പോ. ഇത് ശരിക്കും നമ്മൾ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ മണ്ണിട്ടുണ്ടെങ്കിലേ അതിൻ്റെ വേര് പോണോടത്ത് മുഴുവൻ ഉണ്ടാവും കേട്ടാ. അങ്ങനെ നമ്മുടെ കപ്പലണ്ടി പറിക്കൽ കഴിഞ്ഞു. അപ്പം നോക്കിയേ, അങ്ങനെ നമ്മൾ എത്രയും കപ്പലണ്ടി വിളവെടുത്തു. ഇനി എന്നിട്ടാണെങ്കിലേ നമുക്ക് ചെറിയൊരു പണിയും കൂടി ഉണ്ട്. അതൊക്കെ കൂടി ചെയ്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് കപ്പലണ്ടി കൊണ്ടുപോകാം കേട്ടാ. നമ്മുടെ ചെറിയൊരു പണി കൂടി ഉണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നമ്മുടെ വഴുതിനേക്കും മുളകിനും ഒക്കെ ചവറിട്ടപ്പോൾ ഞാൻ പറഞ്ഞു ഈ ചവറിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഇനി ചാണപ്പൊടി ഇടുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനത് പിറ്റേ ദിവസം ചെയ്യാമെന്ന് വിചാരിച്ചത് കാര്യമായിരുന്നു. പിന്നെ എനിക്ക് തോന്നി എല്ലാവരും കമൻറ്റിൽ കൂടെ ചോദിക്കുന്ന കാര്യം, സ്മിത ചെയ്യണ കാര്യങ്ങൾ, അതായത് നമ്മൾ പൊട്ടിക്കലാണല്ലോ നമ്മൾ കൂടുതൽ കാണിക്കണേ. അപ്പോൾ ഈ പൊട്ടിക്കുന്നത് കിട്ടണ വരെ ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ, നമുക്ക് ഇവർക്ക് ഇട്ട് കൊടുക്കണ വളങ്ങളെ ഏത് സമയത്തേക്ക് ഇട്ട് കൊടുക്കണേ എന്നുള്ളതൊക്കെ. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഇട്ട് കൊടുത്തില്ല, പിറ്റേ ദിവസം ചാണം ഇട്ട് കൊടുത്തില്ല, നമ്മുടെ ഈ വീഡിയോയിലേക്ക് വേണ്ടി വെച്ചു ചെയ്യാന്ന് വെച്ചിട്ട് കേട്ടാ. അപ്പോൾ ഇതാ ഇതേപോലത്തെ പൊടിയാണ്, നന്നായിട്ട് ഉണങ്ങിയ പൊടിയാണ്. ഇപ്പം തിരിച്ച് കട്ടികളൊക്കെ നമ്മളിതാ കൈക്കോട്ടുണ്ട് വെറുതെ ഇങ്ങനെ കാണിക്കുമ്പോൾ അത് പൊടിയും ചെയ്യും. ഞാൻ പിന്നെ വലിയ ബക്കറ്റ് എടുത്തതിൻ്റെ കാര്യം കണ്ടിട്ടാ. കാരണം എന്താണെന്നറിയും, ഉണക്കച്ചാണം ആകുമ്പോൾ വെയിറ്റ് അധികം ഉണ്ടാവില്ല. പിന്നെ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ 4 ട്രിപ്പ് നടക്കുന്നത് 2 പ്രാവശ്യം നടന്നാൽ മതിയല്ലോ എന്നും കൂടി വിചാരിച്ചിട്ടാണ്. അപ്പോൾ നോക്കിയേ, നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം കേട്ടോ, ഞാനിതിൽ ചവറിട്ട് കൊടുക്കുന്നത്. അതായത് നമ്മുടെ അമരക്കായ, അമര, പിന്നെ നമ്മുടെ കൊത്തമരയുടെ പേര് എന്താണ് അത് തലയിൽ നിൽക്കണില്ല. അപ്പോൾ ഞാൻ നോക്കിയേ ചാണപ്പൊടി ഇട്ട് കൊടുക്കണേ. ഇവരെ വളർച്ചയ്ക്ക് അനുസരിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പം അങ്ങോട്ട് നന്നായിട്ട് കായൊക്കെ ഉണ്ടാവും. ഇനിയിപ്പോൾ ഇതാ ഒരു ബക്കറ്റ് കൊണ്ട് എടുത്താൽ മതി. അതിൽ കുറച്ച് കട്ടകളുണ്ടേ.
കണ്ടത് ഇതേപോലെ നന്നായിട്ട് ചാണപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നന്നായിട്ട് നനച്ചു കൊടുക്കുക, അത്രയും വേണ്ടോ. പിന്നെ നമുക്ക് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, തക്കാളി എങ്ങനെയാണ് എന്താ പറയുക കുരുടുപ്പൊക്കെ ഇല്ലാണ്ട് എടുക്കണേന്നുള്ളത്. ഞാൻ തക്കാളിക്ക് മാത്രമല്ല ബാക്കിയുള്ള നമ്മുടെ പച്ചക്കറികൾക്കൊക്കെ ചെയ്യണ ഒരു വളമുണ്ട്, അത് ഞാൻ കാട്ടിത്തരാം. വയോ കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു മാവിൻ്റെ അടിയിൽ നമ്മുടെ വീഡിയോയിൽ ചിലപ്പോൾ മിക്കപ്പോഴും പെടാറുള്ള ഒരു ഭാഗമാണിത്. അപ്പോൾ കാണാൻ ഇങ്ങനെ കുപാരായിട്ട് കുറേ സാധനങ്ങൾ ഇരിക്കുന്നത്. ഇത് വേറെ ഒന്നല്ല കേട്ടോ, ഇതിൽ എൻ്റെ കുറേ സാധനങ്ങളാണ്. അതായത് നമ്മുടെ ഈ കൊത്തി പോലത്തെ സാധനങ്ങൾ, പുല്ലൊക്കെ വയ്ക്കുമ്പോൾ ഇങ്ങനെ കൊത്താനൊക്കെ ആയിട്ട് ഉപയോഗിക്കും. പിന്നെ കത്രിക എപ്പോഴും ഉണ്ടാവും ഇവിടെ. പിന്നെ ഉള്ളത് ഹാൻഡ് വാഷ് ഉണ്ട്, അതേപോലെ നമ്മുടെ സ്പ്രേ ചെയ്യുന്ന സാധനങ്ങളുണ്ട്. പിന്നെ ഇതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെണ്ണീറാണ്, പിന്നെ നമ്മുടെ കുമ്മായം, പിന്നെ ഇത് നടാനായിട്ട് ഇതിൽ സബള കൊണ്ടുവച്ചിട്ടുള്ളതായിട്ട് ഇപ്പോൾ അത്, പിന്നെ ഇങ്ങനെ കുറേ സാധനങ്ങൾ കാണുന്നുണ്ട്. അപ്പം നമ്മളോട് ചോദിച്ച കാര്യം ചെയ്തിട്ടായിരുന്നു, തക്കാളി വാടി പോണ് എന്താ ചെയ്യാമെന്നായിരുന്നു. അപ്പോൾ അതായത് ഈ ഒരു സംഭവം കണ്ട, ഇതാണ് സ്യൂഡോമോണാക്സ്. ഈ സ്യൂഡോമോണാക്സ് നമ്മളിപ്പോൾ തൈയായിട്ട് മേടിക്കുകയാണെങ്കിൽ ഈ തൈ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ, ഇവിടെയൊക്കെ എഴുതിയിട്ടുണ്ട്. 20 ഗ്രാം എടുക്കുക, 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഈ തൈയുടെ കടവശം ഉണ്ടല്ലോ പതുക്കെ ഒന്നേലും മുക്കി കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നട്ടു കൊടുക്കുക. പിന്നെ അത് ഒന്ന് വലുതായി വളർച്ച വരുന്ന സമയത്ത്, അപ്പോൾ നമ്മൾ ഈ ചെടി നടുന്ന സമയത്ത് നമുക്ക് വേറെ ചെടികളൊക്കെ ഉണ്ടാവുമായിരിക്കാം. അപ്പോൾ ഈ തെളി എടുത്തിട്ട് അവർക്ക് തളിച്ചു കൊടുക്കാം. തളിച്ചു കൊടുത്ത് കഴിയുമ്പോൾ ബാക്കി വരുന്ന ഊറിയതുണ്ടല്ലോ അതിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മുന്നൊക്കെ നട്ട് നിൽക്കുന്ന ചെടികളുണ്ടല്ലോ അവരെ കടക്കിലേക്ക് അത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തന്നെ കുറേ ചെടികളുടെ വാട്ടങ്ങളും ഒക്കെ മാറി കൂട്ടിയിട്ട് ഈ സ്യൂഡോമോണാക്സ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെ കവജ്, ഈ കവജിൻ്റെ കാര്യം ഞാൻ എപ്പോഴും പറയാറുണ്ട് അല്ലേ. എന്താ പറയുക, നമ്മൾ തെളിച്ചു കൊടുക്കുന്നത് ഈ കവജിലുണ്ട് 100 മില്ലി എടുക്കുക, 1 ലിറ്റർ വെള്ളത്തിൽ കലക്കുക. ഇത് അരിച്ചു വയ്ക്കണം. കണ്ടത് നമ്മൾ അരിപ്പ് വെക്കി നമ്മുടെ ഈ മാവിൻ്റെ കടക്കിലുണ്ട് അരിപ്പ, അതേപോലെ സ്പ്രേ ചെയ്യണ കുപ്പി. അപ്പോൾ ഈ സ്പ്രേയിൽ അടയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ പറയണത് അരിച്ചിട്ട് ഒഴിക്കണം എന്നുള്ളത്. അരിച്ചിട്ട് അങ്ങനെ സ്പ്രേ ചെയ്യുക, അതൊക്കെ കീടങ്ങൾ വരാതിരിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ ഇത്. പിന്നെ ഉള്ളത് ഈ കുപ്പീനെ കണ്ടാൽ തന്നെ അറിയാം, ഒരു വർഷത്തിലേക്കാൾ അധികമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുപ്പിയാണിത്. ഇതിലെന്ന് പറയുന്നത് നമ്മൾ ചാളി ശർക്കരയും കൂടിയിട്ട് ഇട്ടിട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. കണ്ടോ, ഇത് നിറച്ചുണ്ടായിരുന്നു. നമുക്കിത് നിറച്ചാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു കൊല്ലമൊക്കെ നന്നായിട്ട് ഉപയോഗിക്കാം. ഇതും ഈ നല്ല മണാട്ട, കശുമാങ്ങയില്ലേ, കശുമാങ്ങയുടെ സ്മെല്ല വരിക. ചാളി ശർക്കരയും കൂടിയിട്ട് ഉപയോഗിച്ചതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇത് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ എനിക്ക് നമ്മുടെ വീട്ടിലത്തെ പറമ്പിലായാലും ഉപയോഗിക്കാനായിട്ട് ഇതേപോലെ ഒരു കുപ്പിയിൽ അവിടെ ആക്കി വെച്ചിരിക്കുകയാണ്, ഇവിടെയും കൊണ്ടുവച്ചിരിക്കുകയാണ്. അപ്പോൾ അടുത്ത വട്ടം ഞാൻ തയ്യാറാക്കുമ്പോൾ അത് കാണിക്കുന്നുണ്ട് അതെങ്ങനെ തയ്യാറാക്കണമെന്ന്. ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാലേ ഇതും ആകെപ്പാടെ ഇതിൻ്റെ തെളി എടുക്കുക. നമ്മൾ ഇതേപോലെ ഒരു 100 മില്ലിയൊക്കെ എടുക്കണ്ടോ, അത് അരിപ്പ വെച്ചിട്ട് ഒഴിക്കുമ്പോൾ നല്ല കട്ടിയായിരിക്കും. അതിങ്ങനെ അരിപ്പയിൽ വയ്ക്കുമ്പോൾ കൈ കൊണ്ട് ജസ്റ്റ് അമർത്തി കൊടുക്കുക. അങ്ങനെ ഒരു 100 മില്ലി എടുത്തിട്ട് അതും ഇതേപോലെ തന്നെ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് എന്തിട്ടാണെന്നറിയോ, ടോണിക് എന്നാ പറയുക. ചെടികളുടെ വളർച്ചയ്ക്കുള്ള ടോണിക്കാണ് ഈ സംഭവം. ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ അതായത് 1 ലിറ്റർ വെള്ളത്തിലിട്ടാൽ കലക്കണം. 100 മില്ലി എടുത്താൽ ശ്രദ്ധിക്കണം, ഇതൊക്കെ കൂടിപ്പോയി ചെടി അങ്ങനെ തന്നെ കരിഞ്ഞു പോകും. അങ്ങനെയൊക്കെ ഉണ്ട് ഇത്. എന്നിട്ട് അത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ അത് ചെടിയുടെ കടക്കിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ല വളർച്ച കിട്ടും. ഈ ഒരു സംഭവമൊക്കെ ആക്കി വെച്ചാൽ നല്ലതാണ്. അതായത് ഇപ്പോൾ ശർക്കര, ഇപ്പോൾ ചാള നമ്മൾ 1 കിലോ ചാള എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആ സമത്തിനനുസരിച്ച് തന്നെ ഒരു 3/4 കിലോ വെല്ലം ശർക്കര എടുത്തിട്ട് ആക്കി ചെറിയ കഷ്ണങ്ങളായിട്ട് ചാളേനെ നുറുക്കുക. ഈ ശർക്കര കൂടി പൊടിച്ചതിലിട്ടിട്ട് ഇങ്ങനെ അടച്ചവിടെ വെച്ചാൽ മതി. അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എത്രയോ പഴക്കം ചെല്ലണോ അത്രയും വീര്യം കൂടും. അപ്പോൾ അതനുസരിച്ച് നേർപ്പിച്ച് നമ്മളവിടെ ഒഴിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഏറ്റവും ബെസ്റ്റ് വളങ്ങൾ എല്ലാത്തിനും, വളർച്ചയ്ക്കും വാട്ടത്തിനും. പിന്നെ ഹാൻഡ് വാഷിൻ്റെ കാര്യം പറഞ്ഞില്ലല്ലോ. ഹാൻഡ് വാഷ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഹാൻഡ് വാഷ്, പിന്നെ ഇത് വേപ്പെണ്ണ. ഇതൊക്കെ ഇതിനാണെങ്കിലേ ഇത് നമ്മൾ വേപ്പെണ്ണ അതേപോലെ വെളുത്തുള്ളി നന്നായിട്ട് ജാറിൽ അരയ്ക്കും. എന്നിട്ട് നമ്മുടെ ഈ ഹാൻഡ് വാഷ് 2 തുള്ളിയൊക്കെ ഒഴിക്കും. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വിനാഗിരി ഉണ്ടല്ലോ അതൊരു ടീസ്പൂണാക്കി. അതൊക്കെ 1 ലിറ്റർ വെള്ളത്തിലത്തെ കണക്കാണ് പറയണേ. ഇതൊരു 2 തുള്ളി, പിന്നെ വെളുത്തുള്ളി ഒരു 2 തുടക്കം എടുത്തോണ്ട് കുഴപ്പമൊന്നുമില്ല. 2 തുട നന്നായിട്ട് അരച്ചെടുക്കുക. അതേപോലെ നമ്മുടെ വിനാഗിരി എന്ന് പറയുന്ന സംഭവം 1 ടീസ്പൂൺ എടുക്കുക. പിന്നെ വേപ്പെണ്ണ ഇത്തിരി കൂടിയാലൊന്നും കുഴപ്പമില്ല, കീടങ്ങൾക്ക് ആ സ്മെല്ലിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഹാൻഡ് വാഷ് ഉപയോഗിക്കുന്നതിൻ്റെ കാര്യം എന്തിട്ടാണെങ്കിൽ ഈ ഇലയമേ ഈ വെള്ളത്തുള്ളി ഇങ്ങനെ നമ്മൾ ചീറ്റുമ്പോൾ വെള്ളത്തുള്ളികൾ നിൽക്കും. അപ്പോൾ പിടിച്ച് നിൽക്കാൻ, അതായത് കീടങ്ങൾ വേറെ വന്നിരിക്കരുത്, അതിന് പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹാൻഡ് വാഷ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇതുകൊണ്ട് വേറെ ഒരു ഗുണമില്ല.
ഗുണമൊക്കെ നമ്മുടെ വേപ്പെണ്ണയും നമ്മുടെ വെളുത്തുള്ളിയും നമ്മുടെ ഈ വിനാഗിരിയാണ്. അങ്ങനെ ഇതെല്ലാം കൂടി കലർത്തി അങ്ങനെയും തെളിക്കും. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മുടെ മാവിൻ്റെ കട ഇങ്ങനെ ഇരിക്കുന്നതും. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് നല്ല വിളവും കീടങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ നേടാട്ടാ. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് ഞാൻ പല വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ എനിക്കത് ഒറ്റയ്ക്ക് ഇപ്പോൾ നമ്മൾ ഒരു വീഡിയോയിലൊക്കെ ഇത് കാണിച്ചു പോയി, പിന്നെ അവിടെ നിന്ന് 10 വീഡിയോ അല്ലെങ്കിൽ 15 വീഡിയോ പോയി കഴിയുമ്പോൾ വീണ്ടും ഇത് കാണിക്കാൻ പറയുമ്പോഴേ നമ്മുടെ സ്ഥിര വീഡിയോ കാണുകയാണെങ്കിൽ ഇതിലുണ്ട്, ഞാൻ ആവുന്നത് കാണിക്കുന്നുണ്ട്. ഇപ്പം ഇന്നിപ്പോൾ ചാണകം ഇടുന്നത് ശരിക്കും ഞാൻ ചവറിട്ട പിറ്റേ ദിവസം തന്നെ ചാണകം ഇടുന്നതാണ്. അപ്പോൾ അതുപോലെ 2 ദിവസം വൈകി. കാരണം എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നാളെ വീഡിയോ പോകുകയാണെങ്കിൽ ഇന്നാണ് ഞാൻ ആ വീഡിയോ പിടിക്കുക. അപ്പോൾ അന്ന് ചെയ്യുന്ന കാര്യങ്ങൾ ഫുള്ള് വീഡിയോ പിടിച്ചിട്ടുണ്ട്. അങ്ങനെയാണ്. അതിന് പിറ്റേ ദിവസം തലേദിവസമൊക്കെ വീഡിയോ പിടിക്കാൻ തന്നെ എൻ്റെ ഒറ്റ കാര്യം നടക്കില്ല. അപ്പോൾ ചൊവ്വാഴ്ച വീഡിയോ ഉണ്ടെങ്കിൽ തിങ്കളാഴ്ച ആ വീഡിയോ പിടിക്കും, ചൊവ്വാഴ്ച വിടും. വെള്ളിയാഴ്ച വീഡിയോ ഉണ്ടെങ്കിൽ വ്യാഴാഴ്ച വീഡിയോ പിടിക്കും, വെള്ളിയാഴ്ച വിടും. ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ നമ്മൾ ഇതിനുള്ളിൽ കിടന്ന് തരങ്ങൾ തന്നെ ഓരോന്നോരോന്ന് ചെയ്യലൊക്കെ ആയിട്ട് ഉണ്ടാവും. അപ്പോൾ ഇനി എന്നിട്ടാണെങ്കിൽ ഇത്ര കാര്യങ്ങളുള്ളൂ. നമ്മുടെ കപ്പലിൻ്റെ അടുത്ത് നമുക്ക് വീട്ടിൽ പോവാം. ഇത് ഇങ്ങനെ തന്നെ ഒതുക്കി അങ്ങോട്ട് വെക്കണം എന്ന് വിചാരിച്ചിട്ടാണ് എടുക്കണേ. അത്യാവശ്യം വെയിറ്റൊക്കെ ഉണ്ട്. ഇനി നമ്മുടെ വീട്ടിലേക്ക് ഇട്ടാ പോവാ. നടക്ക് ടൈസന് പേര് കൂട്ടി ഫസ്റ്റ് നടക്ക്. അവിടെ നിൽക്കണോക്ക് നടക്ക് പോവാ. ടൈസൺ നടക്കടാ, അല്ലെങ്കിൽ എന്നെ കിടത്ത്, അല്ലെങ്കിൽ എന്താ പറയുക ടൈസൺ മുന്നിൽ നടക്ക്. നടക്ക്. ഇതേ പേലിക്കുട്ടി ഇതാ മുന്നിൽ ഇതേ കയറി. അതേപോലെ ടൈസൺ കൂട്ടണമെങ്കിൽ മുന്നിലേക്ക് നടന്നേ. പേളിക്കുട്ടി ആദ്യം ഓടി വന്നു നിന്നു. ടൈസും കൂടെ പോവാ സ്ലോവിൽ എൻ്റെ പിന്നാലെ. അങ്ങനെ നമ്മളിതാ വീട്ടിലെത്തി. ഇനിയാണ് അടുത്ത കാര്യങ്ങൾ ചെയ്യാനുള്ളത് കേട്ടാ. ഞാനിതിനെ മണി എടുത്തിട്ട് പൊളിച്ച് കടിത്തരാം കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ഈ സമയത്ത് ഈ കപ്പയുണ്ട് തിന്നാനായിട്ട്. എന്നിട്ട് തോന്നുന്നു നമുക്ക് നല്ല മധുരം. ഇത് ഉണങ്ങാകുമ്പോൾ നല്ല സുഖമായിട്ട് പൊളിക്കാൻ കിട്ടും. എന്തൊരു വലിപ്പമുള്ള മണിയാന്ന് നോക്കിയാ കണ്ടോ. നിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാം കേട്ടാ. വലിപ്പം നോക്കിയേ മണീരെ കണ്ട. നല്ല ടേസ്റ്റ് വേട്ടെ കഴിക്കാൻ. നല്ലൊരു മധുരമൊക്കെയാ. നമ്മൾ പച്ചക്കാപ്പിലുണ്ടൊക്കെ ജ്യൂസ് അടിക്കാൻ ഇടുമ്പോഴേ നല്ല ടേസ്റ്റാണ്. ഈ ഒരു സമയത്തൊക്കെ ഇട്ട് ജ്യൂസ് അടിച്ച് കഴിഞ്ഞാൽ. ഇനിയിപ്പോൾ എന്നിട്ടാണെങ്കിൽ നമ്മൾ ഉള്ളിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇതും മണിയൊക്കെ തിരിച്ച് ഇതുമെന്ന് ഇങ്ങനെ വെട്ടിയെടുക്കണം. എന്നിട്ട് വേണം വെയിലത്തിട്ടൊന്ന് ഉണക്കി എടുക്കാനായിട്ട്. പിന്നെ എൻ്റെ കൈ നോക്കണ്ട കേട്ടോ. കൈ നമ്മളിപ്പോൾ ഈ കപ്പലൻ്റെ ഒക്കെ പറിച്ചാപ്പിളും ഒക്കെ ആയിട്ടുള്ള ഒരു കളറാണ്. അതൊരു കളറുണ്ടാവും അതിങ്ങനെ പറിക്കുമ്പോൾ. ഞങ്ങൾക്ക് അത് നന്നായിട്ടൊന്ന് കഴുകിയൊക്കെ എടുത്താൽ കളർ പോയി കിട്ടും.
നമ്മളെ കപ്പലണ്ടിൻ്റെതാ ഇങ്ങനെ വേർതിരിച്ചെടുക്കണം ഇനി. അപ്പോൾ ഇതാ നമ്മുടെ കപ്പലണ്ടി പൊട്ടിച്ചിടലൊക്കെ കഴിഞ്ഞു. ഇനി നമുക്കിതേ ഒന്ന് വെയിലത്ത് ഇടണം. അപ്പോൾ നോക്കിയേ, കണ്ടോ, നല്ല വലിപ്പമുള്ള മണികളാട്ടാ. നമ്മുടെ ഉള്ളിലേക്ക് ഒരുവിധം നന്നായിട്ട് ഉണങ്ങി. നമ്മളത് എടുത്ത് വെച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പരത്തിയൊക്കെ ഇടും. ഇനി ഇടയ്ക്ക് ഉള്ളി പിന്നെയും വീണ്ടും വെയിലത്തൊക്കെ ഇട്ടിട്ട് നമ്മൾ. അപ്പോൾ ഉള്ളി ഉണങ്ങിയ കാരണം നമ്മുടെ കപ്പലണ്ടി ഉണക്കാനുള്ള സ്ഥലം ഉണ്ടേ. എത്തിയുടെ പൊന്നി കുട്ടിപ്പട്ടാളങ്ങളുടെ അമ്മ എത്തി. ഇനി നമുക്ക് ഇവിടെ കുറച്ച് നേരം ഇരിക്കാം കേട്ടോ. എൻ്റെ കുട്ടികളുടെ അടുത്തിരുന്നിട്ട് ഞങ്ങൾ ബൈ പറയുള്ളൂ കേട്ടാ. വായോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ കുട്ടിപ്പട്ടാളങ്ങളുടെ അടുത്തിരുന്നിട്ട് ഞാൻ ബൈ പറഞ്ഞ ലാസ്റ്റ്. കാരണം എല്ലാവർക്കും കഴിഞ്ഞ് കഴിഞ്ഞ് ഇവർ നമ്മളെ കാത്ത് ഇങ്ങനെ നിൽക്കല്ലേ. അപ്പോൾ പിന്നെ കുറച്ച് നേരം അവരുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കും. അങ്ങനെയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, അയ്യോ സ്മിത കുറച്ചും കൂടി നേരം കുട്ടിപ്പട്ടാളങ്ങളെ കാണിക്കുകയായിരുന്നു എന്ന്. അപ്പോൾ ഇതാ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മളുണ്ടെങ്കിൽ മാത്രം അവർക്ക് ഇഷ്ടമുള്ള ഇവിടെ വന്ന് നിൽക്കാൻ. ഇപ്പം ഞാൻ പോകുമ്പോൾ അവർ അവിടെ ഇരിക്കണതാണ്. വരണമെന്ന് നോക്കി ആ ഇരിപ്പ് അവിടെ ഇരിക്കും അവർ. അല്ലാണ്ട് നമ്മൾ അങ്ങോട്ട് പോയി എന്ന് വെച്ചിട്ട് വേറെ ഭാഗത്തേക്ക് ഒന്നും പോവില്ല. ആ ഇരിപ്പ് അവിടെ ഇരിക്കും. ഇപ്പം നമ്മളിങ്ങോട്ട് വന്നു അവർക്ക്. അപ്പം നമ്മളിവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് എന്തോ ഒരു അവർക്കൊരു സേഫായ പോലെ തോന്നുക. പിന്നെ ഇങ്ങനെ നടക്കും അവർ. വെറുതെ ഇരുന്നാൽ മതി നമ്മളിവിടെ. എനിക്കാണെങ്കിൽ റൊണാൾഡോ മോനൊക്കെ തടി കൂടുതലാണ്. അവനൊക്കെ കുറച്ച് നേരം ഓടിക്കണമെന്നുണ്ട്. പക്ഷെ അവന് ഭയങ്കര മടിയാന്നേ. നമ്മളോടിയാലും കുറച്ച് ഓടിയിട്ടില്ലേ അവനവിടെ നിൽക്കും. ഞാനൊന്നുമില്ലേ ഓടിയോളം പറഞ്ഞിട്ട് അത്ര മടി അവന്. കല്യാണിയെ ശരി എൻ്റെ മോള് മാസം. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ വരുമ്പോഴാണ് ഒന്ന് അങ്ങോട്ട് ഒന്ന് ചാടി ഇറങ്ങിക്ക് നിൽക്കുക. ആരും ബൈ പറയാൻ വരുന്ന ആരെങ്കിലും ഉണ്ടാ എൻ്റെ അടുത്തേക്ക് ബൈ പറയാൻ? റൊണാൾഡോ മോനാണോ ബൈ പറയാനുള്ളത്? അവിടെ എന്തൊരു ഓട്ടോ പോയി. ഞാൻ ബൈ പറയാം. ഒരു പെട്ടോട്ട പോണ കണ്ടിട്ടാണ്. അപ്പൊ മെസ്സി കുട്ടേ നമുക്ക് ബൈ പറയാ. അപ്പൊ ഞാൻ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടാ. എന്നിട്ട് പോയല്ലേ എന്നിട്ട് പോയേ എടാ സുന്ദരാ.